ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ബോധം കെട്ടാടെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ശ്രുതിയെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുക കേട്ടോ. ശ്രുതി മോളെ കണ്ണു തുറക്ക്, അമ്മയെ വിളിക്കണം, മോളെ കണ്ണു തുറക്ക്, എടി മോളെ കണ്ണു തുറക്കടി എന്ന് അമ്മായി വിളിക്കുമ്പോഴേക്കും പ്രീതിയും പറയുന്നുണ്ട്, മോളെ ശ്രുതി മോളെ കണ്ണു തുറന്നേ, കണ്ണു തുറക്ക് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം എല്ലാവരുടെ അടുത്തും കൂടിയായിട്ട് അശ്വൻ പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ ശ്വാസം മുട്ടുന്ന തരത്തിൽ നിൽക്കല്ലേ, കുറച്ച് ഒതുങ്ങി നിൽക്ക്, ശ്രുതിക്ക് കുറച്ച് കാറ്റ് വിളിച്ചൊക്കെ കൊള്ളട്ടെ എന്ന് പറയാണ്. എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അയ്യോ എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ബോധം പോയി. ശ്രുതിക്കുട്ടിയുടെ ബോധം പോയെന്നോ? അയ്യോ ശ്രുതിക്കുട്ടി എന്താ പറ്റിയത്? ശ്രുതിക്കുട്ട എഴുന്നേക്ക് എന്നൊക്കെ എനിക്കേം പറഞ്ഞ് വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പതുക്കെ ഇങ്ങനെ കണ്ണുറക്കാണ്. ശ്രുതിക്കുട്ടിയുടെ ഭൂതം വന്നു എന്ന് പറയുമ്പോൾ ഭൂതമല്ല ബോധം എന്ന് ശ്രുതി പറയുന്നുണ്ട്. പതുക്കെ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോഴേക്കും അമ്മായും പ്രീതിയൊക്കെ ചോദിക്കുന്നുണ്ട്, ശ്രുതി നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പതുക്കെ കണ്ണുകൾ തുറന്ന് അശ്വിനെ നോക്കുവാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ആ വളകൾ അത് നിങ്ങൾ? അപ്പം തന്നെ അശ്വിനെ കണ്ണിങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അടുത്തും അശ്വിൻ പറഞ്ഞത്, അതെ കുറച്ച് നീങ്ങി നിൽക്കും, ശ്രുതിക്ക് വെള്ളം കൊടുക്കുക ചേച്ചി, വെട്ടമൊക്കെ കയറട്ടെ, കുറച്ച് കാറ്റൊക്കെ കയറട്ടെ എന്നിങ്ങനെ പറയാണ്. പൂജ കഴിഞ്ഞു എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അയ്യോ പൂച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് എനിക്ക്. ആ സമയത്ത് അശ്വിൻ നമ്മുടെ എനിക്കിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സോറി പൂജ നടന്നുകൊണ്ടിരിക്കുക ശ്രുതിക്കുട്ടി എന്ന് പറയുമ്പോഴേക്കും വാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് അമ്മ പറയുമ്പോൾ വേണ്ട, ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് പൂജയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാണ്. ശ്രുതി നീ ഓക്കെ അല്ലേ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നടന്നു, ഞാൻ പൂജയ്ക്ക് വരാം, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം എന്താ പറ്റിയത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അറിയില്ല മാഡം, പെട്ടെന്നെന്തോ തല കറങ്ങി വീണതാണ്. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാൽ നീ പതുക്കെ പൂജ സ്ഥലത്തേക്ക് വന്നേക്ക്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൂജയ്ക്ക് പോകാട്ടോ. അങ്ങനെ എല്ലാവരും പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ ഏറ്റവും പതുക്കെയാണ് പോണത്. എല്ലാവരും പോയിക്കുമ്പോൾ അശ്വിനും ശ്രുതി മാത്രം റൂമിലട്ടോ. അശ്വിൻ്റെ അടുത്ത് ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, അത് ആ വളകൾ വാങ്ങി തന്നത് നിങ്ങളാണോ ആ വളകൾ എനിക്ക് വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രീതി വരുവാണ്. പ്രീതി വരുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി കഴിയുമ്പോഴേക്കും പ്രീതി മോൾ, ശ്രുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചേച്ചി, എന്നാൽ നമുക്ക് പതുക്കെ പൂജയ്ക്ക് പോയിരുന്നാലും ശരിയെന്ന് പറയാണ്. അങ്ങനെ പ്രീതി നമ്മുടെ ശ്രുതിയുടെ കൈകൾ പിടിച്ച് പൂജാ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ. ശേഷം കാണിക്കണത് നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നിരത്തി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എനിക്ക് അവിടെ നിൽക്കൂ പ്രീതി, കുറച്ച് ഇങ്ങോട്ട്, ശ്രുതിക്കുട്ടി കുറച്ച് ഷോൾഡർ ഇങ്ങനെ ഒതുക്കി അങ്ങനെ ഇങ്ങനെ നിൽക്ക് എന്നൊക്കെ പറയാണ്. അതിനുശേഷം പതുക്കെ ശ്രുതിനെ കൊണ്ട് നീക്കി അശ്വിൻ്റെ അടുത്തേക്ക് കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. എനിക്കത് മനഃപൂർവ്വമല്ല, അറിയാതെ അങ്ങനെ നിർത്തുവാണ്. അങ്ങനെ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ പതുക്കെ നോക്കുന്നുണ്ട്, ശ്രുതി അശ്വിനെ നോക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി വിചാരിക്കും, ഞാൻ പതുക്കെ ഒരു പണി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങനെ പൊക്കിയിട്ട് അശ്വിൻ നേരെ ഇങ്ങനെ കൈ ഇങ്ങനെ കിളിക്കുക കേട്ടോ. അശ്വിൻ ആ സമയത്ത് ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ്. പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അശ്വിനെ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. ശേഷം നമ്മുടെ എനിക്ക് എല്ലാവരും സ്മൈൽ ചെയ്യൂ ശ്രുതിക്കുട്ട, സ്മൈൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ശേഷം രാമേട്ട ഒന്നും കൂടി വരാമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കുന്നുണ്ട്. ഇനി ഞാനും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാവോ രാമേട്ട, അതിനെന്താ എന്ന് പറഞ്ഞിട്ട് രാമേട്ടന് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്കും അവരുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും പ്രസാദം നമ്മുടെ അശ്വിൻ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതിയുടെ നേരെ ആ ചന്ദനം നീട്ടുന്നുണ്ട്. ശ്രുതി കയ്യിലെ വളക ഇങ്ങനെ ഒളിപ്പിച്ച് പിടിച്ചിട്ടാണ് ചന്ദനം തൊടാൻ നോക്കുന്നത്. അശ്വിൻ വള കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അമ്മായി പറയണ്ടേ, എടി പെണ്ണെ ആ ഷോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ ചന്ദനം എടുത്ത് തൊട്ടെ എന്ന് പറയണം. അങ്ങനെ ശ്രുതി കയ്യിലെ ഷോൾ ഇങ്ങനെ മാറ്റിയിട്ട് ചന്ദനം അശ്വിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക കേട്ടോ. ആ സമയത്ത് ആ വളകൾ അശ്വിൻ നോക്കുന്നുണ്ട്. അശ്വിൻ പതുക്കെ ചിരിക്കുന്നുണ്ട്. ശേഷം ശ്രുതി വീണ്ടും ചോദിക്കുന്നുണ്ട്, ഈ വളകൾ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് വേഗം തന്നെ പോകുക കേട്ടോ. അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അശ്വിനെ കാണിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, ഈ ഫോട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ അശ്വിൻ ബ്രോ, ഈ ഫോട്ടോയിൽ ശ്രുതിക്കുട്ടാനെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറയും, നോക്കിക്കേ, അതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം എന്ന് അശ്വിൻ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പൂജക്കുള്ള പൂവൊക്കെ ഇങ്ങനെ ചിക്കി ചിതിഞ്ഞ് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയം അപ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ഈ വളകൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഈ വളകൾ നീ എപ്പോൾ വാങ്ങിച്ചതാണ്? ഈ വളകൾ ഇവിടുത്തെ വളകളല്ലല്ലോ, ഇത് വളകൾ എവിടെ നിന്നൊക്കെ മേടിച്ചാൽ ശ്രുതി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് മേഡത്തിന് വെറുതെ തോന്നുന്നത്, ഈ വളകൾ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ഇല്ലെന്നേ, നല്ല ഭംഗിയുണ്ട്, നിന്റെ കൈക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയണം. അതൊക്കെ മേഡത്തിന് വെറുതെ തോന്നുന്നതാണെന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പതിക്ക് അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ വളകൾ എൻ്റെ കൈക്ക് ഒട്ടും തന്നെ ചേരുന്നില്ല. ഈ വളകൾ ഊരിക്കളഞ്ഞാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് ഊരാന്ന് വെച്ചിട്ടാണ്, ഇവിടെ വെച്ച് ഊരാത്തതേ. ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വെറും കൈയോടെ എങ്ങനെയാണ് നിൽക്കുക, അതുകൊണ്ട് മാത്രമാണ് ഈ വളകളിട്ടത്, അല്ലാതെ എനിക്ക് ഈ വളയൊന്നും ഇഷ്ടമില്ല. നോക്കിക്കോ മേഡം, വീട്ടിൽ ചെന്ന് ആദ്യം ഞാൻ ഈ വളകളായിക്ക് ഊരി മാറ്റുന്നത്, എന്നിട്ട് വേറെ എൻ്റെ
കൈക്ക് ചേരുന്ന നല്ല വളകൾ ഞാൻ എടുത്തിടും എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരും കേട്ടോ. അഞ്ജലിക്ക് കാര്യം മനസ്സിലായി, അശ്വിൻ മേടിച്ചു കൊടുത്ത വളകളാണ് അതെന്ന്. അശ്വിൻ പതുക്കെ അഞ്ജലി പതുക്കെ അശ്വിനെ ശ്രുതിനെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നോക്കുവാണ്. അതിനുശേഷം നമ്മുടെ എനിക്ക് വരുന്നുണ്ട്. ആഹാ ശ്രുതിക്കുട്ട, ഈ വളകൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതേത് വളകൾ, ഇത് ഞാൻ വാങ്ങിച്ച വളകളല്ലല്ലോ എന്ന് പറയാണ്. ഇതെപ്പോൾ വാങ്ങിച്ചു ശ്രുതിക്കുട്ട? അതോ അത് ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വളകളാണ് എന്നിങ്ങനെ പറയാണ്. ആണോ? ഞാൻ നോക്കുന്നു, ഇത് ഞാൻ വാങ്ങിച്ച വളകളല്ല എന്ന് പറയുന്നത്, ഇത് കുറച്ച് വലിയ വളകളാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതെ അതെ എന്ന് ശ്രുതി പറയാണ്. ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി പതുക്കെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. അതെ ശ്രുതി, മുകളിൽ പോയിട്ട് എൻ്റെ റൂമിലെ ഒരു പൂവിൻ്റെ ചെറിയൊരു പാത്രം ഇരിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാമോ? അതിനെന്താ മേഡം, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അപ്പുറത്തേക്ക് പോവാണ്. തൊട്ടു പിന്നാലെ അശ്വിനും പോകുന്നുണ്ട്. അത് അഞ്ജലി ചെയ്ത ഒരു ട്രാപ്പാട്ടോ. ശ്രുതിയും അശ്വിനും ഒരു റൂമിൽ കുറച്ചു നേരം സംസാരിച്ചിരിക്കാനായിട്ട്. ആ സമയത്ത് അഞ്ജലി മനസ്സിൽ തന്നെ പറയാണ്, രണ്ടുപേരും കൂടി വഴക്ക് പിടിച്ച് നല്ല രസമായിരിക്കും ഇപ്പോൾ അവിടെ കാണാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയെ പൊട്ടിച്ചിരിക്കുകയാണ്. റൂമിലെത്തിയ ശ്രുതിയുടെ പിന്നാലെ അശ്വിൻ വരുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? ഈ വളകൾ നിന്റെ കയ്യിൽ ചേരുന്നില്ലെന്നോ? പിന്നെന്തിനാ വളകൾ ഇട്ട് നടക്കുന്നത്? അത് ഊരിക്കളയാൻ പാടില്ലേ? ഊരിക്കളയണമെന്നുണ്ട്. ഈ വളകൾ എൻ്റെ കൈക്ക് ഒട്ടും ചേരുന്നില്ല. ചേരുന്നില്ലെങ്കിൽ ആ വളകൾ മാറ്റിക്കള. അവകാശമില്ലാത്ത വളകൾ എന്തിനാ ഇട്ടടക്കണത്? ഈ വളകൾ ആര് വാങ്ങിച്ചെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ വളകൾ ഇട്ടടക്കണത് ശരിയല്ലല്ലോ. ഈ വളകൾ അതുകൊണ്ട് ഊരി മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അല്ല, ഈ വളകൾ വാങ്ങിച്ചത് അശ്വിൻ സാറാണോ? പറ, നിങ്ങളാണോ ഈ വളകൾ വാങ്ങിച്ചത്? അല്ല, അന്ന് മത്സരത്തിൽ ജയിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഞാൻ പറഞ്ഞ എന്ത് കാര്യം മത്സരത്തിൽ ജയിച്ചാൽ ഞാൻ പറഞ്ഞ എന്ത് കാര്യവും നിങ്ങൾ ചെയ്യാമെന്ന്. ശരി, ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ വളകൾ വാങ്ങിച്ചത് നിങ്ങളാണോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ശരി, നിനക്ക് എന്താ അറിയേണ്ടത്? നീ ചോദിച്ചോളൂ. ഈ വളകൾ വാങ്ങിച്ചത് നിങ്ങളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നിലത്താണെങ്കിൽ എല്ലാവരും ശ്രുതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ ശ്രുതി ഇത് എവിടെ പോയി? നമുക്ക് ഇറങ്ങണ്ടേ പ്രമീളെടുത്തി? ഇറങ്ങണം. ശ്രുതി എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറഞ്ഞിട്ട്, അതോ ശ്രുതിനെ ഞാൻ എൻ്റെ റൂം വരെ വിട്ടിരിക്കുക, എൻ്റെ ഒരു പാത്രം എടുത്തുകൊണ്ട് വരാണ്ട്. ഓ അങ്ങനെയാണോ? ശരി ശരി, ശ്രുതി വരട്ടെ. അല്ല, ഞാൻ പോയി വിളിക്കാം എന്ന് എനിക്ക് പറയുമ്പോൾ വേണ്ട ശ്രുതി എടുത്തിട്ട് വന്നോളും എന്നിങ്ങനെ പറയാണ് അഞ്ജലി പറയാട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി വീണ്ടും അശ്വിനോട് ചോദിക്കുകയാണ്, അല്ല പറഞ്ഞില്ല, ഈ വളകൾ നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നതാണോ എന്ന് പറയുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് ശ്രുതിയുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഞാൻ ഇന്നത്തെ എപ്പിസോഡിനേക്കാളും മെയിൻ ഇമ്പോർട്ടൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. ശ്രുതിയും അശ്വിനും കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത്. നമ്മുടെ പ്രീതിയും ആകാശും കല്യാണം കഴിഞ്ഞിട്ട് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അവിടെ വലതുകാൽ വെച്ച് കയറാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും അശ്വിനും കൂടിയിട്ട്. അവരുടെ അടുത്തേക്ക് ഓടിപ്പോവാണ് നമ്മുടെ കുട്ടി. അതിനുശേഷം അവർക്ക് 2 റോസാപ്പൂ കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരെ കാണുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ശ്രുതിയുടെ നെറ്റിയിൽ സിന്ദൂരമുണ്ട്, കഴുത്തിലൊരു താലിമാലയുണ്ട്. പ്രീതിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക കേട്ടോ. കാരണം ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞു എന്നിങ്ങനെ ആലോചിച്ചിട്ട് അമ്മയ്ക്കൊക്കെ ആകെ ദേഷ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനും ശ്രുതിയും അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഇങ്ങനെ അന്താളിച്ച് നോക്കുവാണ്. എല്ലാവരും അശ്വിനും ശ്രുതിയും ഇങ്ങനെ തറപ്പിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അഞ്ജലിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത്. ഇതെന്തായാലും ഈ ആഴ്ചത്തെ പ്രൊമോ അല്ല, അടുത്ത ആഴ്ചത്തെ പ്രൊമോ ആണ്. നമ്മുടെ ക്രിസ്മസ് പ്രൊമോ ആണ് കേട്ടോ. ക്രിസ്മസ് പുതുവത്സര പ്രൊമോ നേരത്തെ എല്ലാ സീരിയലിൻ്റെയും ഇപ്പോൾ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.